മഹാലക്ഷ്മി മഹാമായേ ശ്രീപീഠേശ്വരപൂജിതേ ശങ്കചക്രകഥാസ്തേ മഹാലക്ഷ്മി നമസ്തേ. ഭാരതം ഒരു യാഗഭൂമിയാണ്. യാഗങ്ങളും യജ്ഞങ്ങളും കൊണ്ട് സമ്പന്നമായ സമ്പുഷ്ടമായ സനാതനം. രാമായണ കഥയിൽ ശ്രീരാമസ്വാമിയും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ദശരഥ മഹാരാജാവിന് പുത്രന്മാരായി വന്നുചേർന്നിട്ടുള്ളത് പുത്രകാമേഷ്ടി യാഗത്തിലൂടെയാണ്. അങ്ങനെ നിരവധി കഥകൾ യാഗത്തെക്കുറിച്ചും യജ്ഞത്തെക്കുറിച്ചും നമുക്ക് പുരാണങ്ങളിലും മറ്റ് ഇതിഹാസങ്ങളിലും കാണാൻ സാധിക്കും. ശ്രീരാമസ്വാമിയുടെ ജീവിതം മാറ്റിമറയുന്ന സീതാദേവിയെ വരിക്കുന്നതെല്ലാം വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്ക് വേണ്ടി പോയി അവിടെ ചെന്ന് ആ യാഗത്തിൻ്റെ ഒരു ഭാഗമായി തീരുമ്പോഴാണ്. നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് ഭാരതത്തിൽ നിരവധി യാഗയജ്ഞങ്ങൾ നടക്കുന്നത്. ഇപ്പോഴതാ ഇടുക്കി ജില്ലയിൽ ദേവിയ ചാമുണ്ടേശ്വരി ക്ഷേത്ര സന്നിധിയിൽ അഷ്ടമഹാലക്ഷ്മി യാഗം നടക്കാൻ പോകും. സെപ്റ്റംബർ 19 മുതൽ സെപ്റ്റംബർ 29 വരെ. ഇതൊരു വലിയ ഭാഗ്യമാണ്. ജീവിതത്തിൽ പല കഷ്ടങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് മാറാൻ കേവലം നമുക്ക് സമയം കാത്തിരുന്നാൽ മാത്രം പോരാ, ദൈവീകമായ അനുഗ്രഹം കൂടി വേണം. നിങ്ങൾ യാഗത്തിൻ്റെ ഒരു ഭാഗമായി തീരുമ്പോൾ നിങ്ങളുടെ ജീവിതവും മാറ്റിമറയും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഭക്ത്യാദരോട് ക്ഷണിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ അതും ആദ്യമായി നടക്കാൻ പോകുന്ന അഷ്ടമഹാലക്ഷ്മി യാഗം 2025 സെപ്റ്റംബർ 19 മുതൽ സെപ്റ്റംബർ 29 വരെ നടക്കുന്ന മഹായാഗം. ഇതൊരു ഭാഗ്യമാണ്. കിട്ടിയ ഏറ്റവും വലിയ ജീവിതത്തിൽ കിട്ടുന്ന മാറ്റിമറയ്ക്കുന്ന, ജീവിതത്തെ പുതിയൊരു ദിശയിലേക്ക് ആക്കിയെടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ യാഗം. നിങ്ങൾക്കെല്ലാവർക്കും ഈ യാഗത്തിൽ എത്തിച്ചേരാനുള്ള ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറയാൻ ഈ യാഗത്തിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാഗത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ യാഗത്തിൽ എനിക്കും വരാനൊരു ഭാഗ്യം മഹാലക്ഷ്മി ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.